കഥ ആരംഭിക്കുന്നത് വളരെ പഴക്കമുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെയാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് തായ് സൂയി എന്ന ഭയാനകമായ ഒരു നിഗൂഢശക്തി രഹസ്യമായി ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു. അതുണ്ടാക്കിയ ദുരന്തം ആരും അറിയാതെ പതിയെ ഇല്ലാതായി. ഈ ദുരന്തത്തിന്റെ ഓർമ്മകൾ മാഞ്ഞുപോയെങ്കിലും ആ ശക്തി പൂർണ്ണമായും ഇല്ലാതായില്ല. അത് എവിടെയോ ഒളിപ്പിക്കപ്പെട്ടു. 300 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കഥ നീങ്ങുന്നത് ആധുനിക ഗ്വാങ്ഷൂ നഗരത്തിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ നായകനായ ഗാവോ യിങ് എത്തിച്ചേരുന്നത്. ഗ്വാങ്ഷൂവിലെ ഫൈൻ ആർട്സ് കോളേജിൽ പുതിയ വിദ്യാർത്ഥിയായി ചേരാനെത്തിയതാണ് അവൻ. പ്രകൃത്യാ സംസാരശീലനും കുറച്ച് വായാടിയുമായ ഒരു സാധാരണ യുവാവ്. പക്ഷേ അവൻ കോളേജിൽ റിപ്പോർട്ട് ചെയ്യാൻ ഒരു ദിവസം നേരത്തെ എത്തിപ്പോയി. കോളേജ് ഹോസ്റ്റൽ അടുത്ത ദിവസമേ തുറക്കൂ. അന്നത്തെ രാത്രി താമസിക്കാൻ അവനൊരു സ്ഥലം വേണം. അങ്ങനെയാണ് അവൻ കാണുന്നത് ഗ്രേറ്റ് ക്വിങ് ഡൈനാസ്റ്റി ഹോട്ടൽ എന്ന പേരിൽ ഒരു പഴയതും വിചിത്രവുമായ ഒരു ഹോട്ടൽ. സാധാരണക്കാരായ ആർക്കും പേടി തോന്നുന്ന ഒരു സ്ഥലം. അവനും പേടി തോന്നുന്നു. 你好啊！哎，快进来啊！啊，不是，你干嘛？ 靓仔，你听我讲啊！你别跑！ 这是一家不华的百店，这里上下5层4景的房。 ഹോട്ടലിന്റെ മാനേജർ ഗുവാൻഷു എന്ന ഒരു വിചിത്ര മനുഷ്യൻ അവനെ കബളിപ്പിച്ച് അവിടെ താമസിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിർവാഹമില്ലാതെ അവൻ അവിടെ താമസിക്കാൻ തീരുമാനിക്കുന്നു. ഗാവോ യിങ് താമസമാക്കിയ ആ രാത്രി ഏറ്റവും പ്രത്യേകത നിറഞ്ഞതായിരുന്നു. ചൈനീസ് കലണ്ടർ പ്രകാരം ഗോസ്റ്റ് മന്ത് എന്നറിയപ്പെടുന്ന മാസത്തിലെ രാത്രി ആയിരുന്നു അത്. അവൻ ആ രാത്രി അവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഹോട്ടൽ മാനേജർ അവനോട് പറയുന്നു, 12 മണിക്കുള്ളിൽ തിരിച്ചുവരണം. അവൻ ഹോട്ടലിലേക്ക് തിരിച്ചെത്തുമ്പോൾ സമയം 12 ആയിരിക്കുന്നു. അവിടെ എവിടെയൊക്കെയോ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ കാണുന്നു. തോന്നുന്നതാണോ അതോ ശരിക്കും നടക്കുന്നതാണോ? അവൻ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ശരിക്കും അവിടെ എന്തോ നടക്കുന്നുണ്ട്. ഹോട്ടലിൽ വിചിത്രവും ഭയാനകവുമായ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അരങ്ങേറാൻ തുടങ്ങി. പെട്ടെന്ന് ഹോട്ടൽ മാനേജർ അവനെ വിളിക്കുന്നു. എനിക്ക് ഉറങ്ങാനുള്ള സമയമായി, പെട്ടെന്ന് ഹോട്ടലിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് മാനേജർ അവിടെ നിന്നും റൂമിലേക്ക് പോയി. ആ സമയത്താണ് പെട്ടെന്ന് ഹോട്ടലിന്റെ മുകളിൽ നിന്നും ആരോ വീഴുന്നത്. അയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അയാൾ ഒരു പ്രേതത്തെപ്പോലെ നടന്നുപോകുന്നു. പോയി അവിടെയുള്ള ഒരു പുഴയിലേക്ക് ഇറങ്ങുന്നു. അത് കണ്ട ഗാവോ യിങ് അയാളെ രക്ഷിക്കാനായി ഇരുണ്ട ആഴത്തിലുള്ള വെള്ളത്തിലേക്ക് ചാടുന്നു. പക്ഷേ ആ വെള്ളത്തിൽ അവനെ ആക്രമിക്കാൻ വിഷമുള്ള ജീവികൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. വിഷജീവികളുടെ ആക്രമണത്തിൽ അവന്റെ ജീവൻ അപകടത്തിലായ നിർണായക നിമിഷത്തിൽ അവിടെ രക്ഷയ്ക്കായി ആരോ എത്തുന്നു. ചന്ദ്രപ്രകാശത്തിന് താഴെ ക്വിങ് രാജവംശത്തിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച ഒരു നിഗൂഢ വ്യക്തി പ്രത്യക്ഷനാകുന്നു. നീണ്ട മുടിയും തണുത്ത മുഖഭാവവുമുള്ള ആ മനുഷ്യൻ ആ വിഷജീവികളെ എളുപ്പത്തിൽ കൊല്ലുന്നു. ആരാണ് ഈ നിഗൂഢ വ്യക്തി? അവന്റെ ലക്ഷ്യമെന്താണ്? ഇതൊന്നും അറിയാതെ ഗാവോ യിങ് ബോധരഹിതനാകുന്നു. എന്നാൽ ഗാവോ യിങ്ങിന്റെ കഥ മാത്രമല്ല ആ രാത്രിയിൽ നടക്കുന്നത്. ദൃശ്യം പെട്ടെന്ന് മാറുന്നു. ദൂരെ എവിടെയോ ഒരു നിഗൂഢ വ്യക്തി പറയുന്നു, തായ് സൂയി 300 വർഷമായി കാത്തിരുന്ന ആ ചോസൻ വൺ ഒടുവിൽ എത്തിയിരിക്കുന്നു. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.